ഇന്ന് ഏറ്റവും കൂടുതലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്മൃതി പരുത്തിക്കാടിനെ പറ്റിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്കെതിരെ വലിയ ഹേറ്റ് ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM സൈബർ ഹാൻഡിലുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ VD സതീശൻ്റെ വെബ് പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലാണ് അവരെ കടന്നാക്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ പോലും ഇന്ന് അവരെ പ്രതികരിക്കാത്തത്? അല്ലെങ്കിൽ അവർ എഡിറ്റോറിയൽ ബോർഡ് കൂടി ലോകത്തുള്ള എല്ലാത്തിനെ പറ്റിയും ചർച്ച ചെയ്യുന്നതാണ്. സ്വന്തം സഹപ്രവർത്തകയെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനെ പറ്റി എന്തുകൊണ്ടായിരിക്കും ഒരു ചർച്ച ചെയ്യാത്തത്? ഈ സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു ഒരു മാധ്യമ പ്രവർത്തകയല്ല സ്മൃതി പരുത്തിക്കാട്. ഈ CPM എന്ന ഒരു പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ഏത് മാധ്യമ പ്രവർത്തകയും അവരെ രൂക്ഷമായിട്ട് തന്നെ സൈബർ ഇടത്തിൽ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് മീഡിയ വണ്ണിലായിരുന്നു സ്മൃതി പരുത്തിക്കാട്. അവർ ആ സമയത്ത് മൗദൂദിയുടെ ഏജന്റ് എന്നുള്ള രീതിയിലായിരുന്നു. തിരിച്ച് റിപ്പോർട്ടിലേക്ക് വന്നപ്പോൾ തികച്ച കോൺഗ്രസിൻ്റെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പദപ്രയോഗം, എനിക്കത് പറയാൻ സാധിക്കില്ല, ആ ഒരു തരം താഴ്ന്ന ഒരു പ്രയോഗം. ഇതേ CPM ഹാൻഡിലുകൾ തന്നെ ഒരു 10 ദിവസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. പ്രതിഭയുടെ എതിരെ ഒരു വിദ്വേഷ പരാമർശം ഉണ്ടായിരുന്നല്ലോ ഒരു ലീഗ് നേതാവിൻ്റെ. അപ്പോൾ സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കണോ എന്ന രീതിയിലുള്ള ആ ഒരു സ്വന്തമായിട്ട് നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെയും കൂടെ തിരുത്തേണ്ട കടമ നിങ്ങൾക്കുണ്ട്. അതായത് ഇപ്പോൾ പ്രതിഭ കരഞ്ഞത് നമ്മൾ കണ്ടതാണ്. പ്രതിഭയെ എങ്ങനെയാണ്, ഒരു മുസ്ലിം ലീഗ് നേതാവായിരുന്നു, അദ്ദേഹം സംസാരത്തിനിടയിൽ അവരെ ഒരു വസ്തുവായി മാത്രം കാണുന്നൊരു സാഹചര്യം, ബോഡി ഷേമിംഗ്, സൗന്ദര്യം ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ട് നേടാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ആക്ഷേപം. അതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്ത സൈബർ വിങ്ങുകൾ ഇന്ന് എവിടെയാണ്? അതായത് സ്ത്രീത്വത്തെ പഠിപ്പിക്കാൻ വേണ്ടി പോയ ആളുകൾ അവരിന്ന് തിരിച്ചടിക്കുകയാണ്. എന്തിനാണ്? ഒരു മാധ്യമ പ്രവർത്തകയെ. അതും നമുക്കറിയാം, ഇന്നത്തെ കാലത്തെ ജനാധിപത്യ സംവിധാനത്തിലെ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് നാലാം തൂണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് വിമർശിക്കാൻ പേടിയാണ്, ഭയമാണ്. ഇന്ന് എത്ര ചാനലുകൾ, ജേർണലിസ്റ്റുകൾക്ക് ഇട്ടിരിക്കുന്ന പുതിയ പേരെന്താണെന്നറിയോ? മാപ്ര. മാധ്യമ പ്രവർത്തകരുടെ ഷോർട്ട് ചെയ്തിട്ടുള്ള മാപ്ര എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ടാണ്? അവർ മൂടി വെച്ച സത്യങ്ങൾ കൊണ്ടുവരുന്നതാണ് അവരുടെ ഒരു ജോലി. ഇന്ന് എത്ര സത്യങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവരുന്നു നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. പണ്ടത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷെ ഇന്നത്തെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ എന്താണ് കാണുന്നത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട ക്രമീകരിച്ചുകൊണ്ട് ഇന്ന് അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമ ശൃംഖല മുഴുവൻ. ഇപ്പോൾ PR എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ന് PR എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ, ആർക്ക് വേണമെങ്കിലും PR വേണം. PR-ന് ആദ്യമേ ചെല്ലുന്ന എവിടെയാണ്? മാധ്യമ പ്രവർത്തകരുടെ അടുത്തേക്കാണ്. അപ്പോൾ മാധ്യമങ്ങൾ കൃത്യമായിട്ട് അത് വർക്കൗട്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന അജണ്ടകൾ സെറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും, ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ അജണ്ടകൾ സെറ്റ് ചെയ്തത്. നമ്മൾ കണ്ട രാഷ്ട്രീയ കോലാഹലങ്ങളൊന്നും ഇവിടെ ഉണ്ടായതല്ല. അത് കൃത്യമായി മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു ഒരു ബിംബം മാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ടർ ചാനൽ കണ്ടതാണ്, ഷാഫി പറമ്പലിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് ഷാഫി പറമ്പലിനെ ആക്രമിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാഫി പറമ്പൽ വടകരയിൽ മത്സരിക്കാൻ വരുമ്പോൾ അവിടെ ഷാഫി പറമ്പലിന് വേണ്ടിയിട്ട് വന്നൊരു കൂട്ടമുണ്ട്. ഈ പേരാമ്പ്രയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം CPM തന്നെയാണ് വലിയ രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അവിടെ ഫാത്തിമ തഹ്ലിയ വരുന്നു. ആദ്യത്തെ സാഹചര്യത്തിൽ ആദ്യമേ CPM-ന് വലിയ ഭയമൊന്നുമില്ലായിരുന്നു. പിന്നീട് അവരുടെ കൂടിയ ആളുകളെ കണ്ടപ്പോൾ, ആ ഒരു കൂട്ടം കണ്ടപ്പോൾ CPM ഒന്ന് ഭയപ്പെട്ടു. ഒരു ഷാഫി ഫാക്ടറിനാണ് ഈ ഒരു CPM അല്ലെങ്കിൽ CPM പ്രവർത്തകർ ഭയക്കുന്നത്. കാരണം ഒരു പൊതുപരിപാടിക്ക് ഷാഫി കയറി വരുമ്പോൾ ഒരു മുണ്ടുമടക്കി കുത്തി നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കണ്ടിരുന്നല്ലോ. ചെമ്പട എന്ന് പറയുന്ന ഒരു BGM ഒക്കെ വെച്ചുള്ള ഒരു ഇത് കണ്ടിരുന്നല്ലോ. പക്ഷേ ഷാഫി വിജയിച്ചതിന് ശേഷം ചെമ്പടയെന്ന് ഒരു ഗ്രൂപ്പിനെ പോലും ആ വടകര ഭാഗത്തേക്ക് കണ്ടിട്ടില്ല എന്നുള്ള ട്രോൾ മെറ്റീരിയലായി മാറി. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ കണ്ട ഏറ്റവും വലിയ ട്രോള് ചെമ്പായിരുന്നു. വലിയ ബിരിയാണി ചെമ്പും പൊക്കിക്കൊണ്ട് പോകുന്ന ആളുകളായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യം മാറി. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്നത്തെ ജേർണലിസ്റ്റുകൾ അവരും ഒരു പരിധി വരെ ഇതിനെല്ലാം കാരണക്കാരാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇലക്ഷൻ കഴിഞ്ഞ സമയം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് പോരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്?
സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ. ഭരിക്കുന്ന പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല. ഇവര് പറയുമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഞങ്ങളെന്തോ വലിയ സംഭവമാണ്, ചോദ്യം ചെയ്ത പേടിയാണ്. സാർ അതിലും ഒരു ജനാധിപത്യ രാജ്യമല്ലേ, ഈ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അങ്ങ് ഈദിയാമീന്റെ എത്യോപ്യയോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡോ ഒന്നുമല്ലല്ലോ, കേരളമാണ് കേരളം. എന്തും പറയുന്ന ആളുകളാണ്, ഭരണഘടനയെ വരെ ചോദ്യം ചെയ്ത ആളുകളാണ്. ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഇപ്പോഴും വിശ്വസിക്കാത്ത കുറച്ച് ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം എത്ര കാലത്തിന് ശേഷമാണ് CPM പോലൊരു പാർട്ടി ഇവിടെ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടിയെന്ന് വിശ്വസിച്ചു തുടങ്ങിയതെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും പിണറായി വിജയൻ ഭരിക്കുന്ന ഈ ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ ചോദ്യം ചെയ്യുന്നവരെ ഏത് വിധേനയും നേരിടുമെന്നുള്ള അഹന്ത, ധാർഷ്ട്യം, അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സൈബർ ഇടത്തിൽ ആരെയും വന്ന് ചോദ്യം ചെയ്യാനും ആരെയും വന്ന് ആക്ഷേപിക്കാനും ആരെയും വന്ന് സക്ഷേപം ചെയ്യാനും കഴിയുമെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിട്ട് പോകും. അവിടെ ചോദ്യം ചെയ്യാൻ മറ്റൊരു സംവിധാനമില്ല. ഇവിടുത്തെ പോലീസ് സംവിധാനം എവിടെയാണ്? ഇവിടെ സൈബർ പോലീസ് ഉണ്ടല്ലോ, സൈബർ വിങ്ങുകളുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് എത്ര മുഖമില്ലാത്ത ഒരു കാര്യം വിചാരിക്കും, ഒരു കാര്യം ഓർക്കണം. കണ്ണൂര് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ അമ്പലക്കള്ളം എന്നുള്ളൊരു ക്യാപ്ഷനോടെ ഒരു പോസ്റ്റ് ചെയ്ത 19കാരനെ മണിക്കൂറുകൾക്കുള്ളിലാണ് കേരള പോലീസ് പൊക്കിയത്. ആ കേരള പോലീസിന് എന്തുകൊണ്ട് ഒരു ജേർണലിസ്റ്റിനെ, അതായത് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ചാനലിലെ ഒരു മുഖമായ ഒരു ജേർണലിസ്റ്റിനെ ഇത്ര സ്ലട്ട് ഷെയിം ചെയ്തിട്ടും ഒരു നടപടി പോലും എടുക്കാത്ത എന്തുകൊണ്ടാണ്? എനിക്ക് അതിനകത്തൊന്നും വലിയ പ്രശ്നമില്ല. ഇപ്പോൾ പോലീസ് നടപടി എടുക്കുന്നു, അതല്ല ഇപ്പോൾ അവർ കേസ് കൊടുക്കുകയാണെങ്കിൽ ശരി, നടപടി എടുക്കാം. കേസ് കൊടുത്താലും ഊരി പോരാ. അവിടെ എനിക്ക് ഏറ്റവും കൂടുതലും വിഷമം തോന്നിയത് എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ഇതിനെതിരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവര് അതിനെ കൃത്യമായിട്ട് നേരിടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവരെല്ലാം വായടിച്ചിരിക്കുന്നത്. ഇപ്പം അരുൺകുമാർ ഉണ്ടല്ലോ, അരുൺകുമാർ നാഴികയ്ക്ക് 40 വട്ടവും ഇവിടുത്തെ സ്ത്രീ സമൂഹത്തെ പറ്റിയും ഇവിടുത്തെ ജനാധിപത്യത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുമല്ലോ. സ്വന്തം സഹപ്രവർത്തകയെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇത്തരത്തിൽ വളരെ മോശമായിട്ട് ആക്ഷേപിക്കുന്നവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ, ഒരു വാക്കുകൊണ്ടൊന്ന് സംസാരിക്കാൻ അരുൺകുമാറിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെള്ളാപ്പള്ളി നടേശൻ തിരുവനന്തപുരത്തെ ഒരു ജേർണലിസ്റ്റിനെ, റിപ്പോർട്ടറിന്റെ തന്നെ ജേർണലിസ്റ്റിനെ വർഗീയവാദി, മാറിപ്പോടാ, തീവ്രവാദി എന്നൊക്കെ വിളിച്ച് മൈക്ക് തട്ടിപ്പറിച്ച് ദേഷ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത് നടപടി ഉണ്ടായി? KUWJ എന്തൊക്കെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടർ ചാനലിന്റെ വക യാതൊരുവിധ പ്രതികരണമോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നിയമ നടപടിക്കോ പോയിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഈ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഒരു ഇടതുപക്ഷ സംഘടനയോട് ചേർന്ന് നിന്ന് പോകുന്ന ആളുകളാണ്. അപ്പം ഒരു വശത്ത് നമുക്കറിയാം മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. എല്ലാത്തിനെയും കണ്ണടച്ച് അതേപോലെ വിഴുങ്ങേണ്ടവരല്ല, അത് അതേപോലെ തുപ്പേണ്ടവരല്ല. അതിനപ്പുറത്തേക്ക് അത് കൃത്യമായി പഠിച്ച് അതിൻ്റെ വശങ്ങൾ പഠിച്ച് അത് അവതരിപ്പിക്കുക എന്നതാണ് ഒരു മാധ്യമപ്രവർത്തകന്റെ ജോലി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇവിടെ അവര് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ വിമർശിച്ചതിൻ്റെ പേരിലാണ്, പിണറായി വിജയനെ വിമർശിച്ചതിൻ്റെ പേരിലാണ്. ഇവിടെ പിണറായി വിജയനെ വിമർശിച്ചു കഴിഞ്ഞാൽ മുങ്ങിക്കേറ്റു ഇവിടുത്തെ സൈബർ സഖാക്കന്മാർ. ഇപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. ഇത് കേരളമാണ്, ഇന്ത്യയാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ മാധ്യമങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ അവര് ആക്ഷേപിക്കാം, പക്ഷെ അത് അതിര് കടന്നുള്ള ആക്ഷേപമാകരുത്. ആ മാധ്യമ സ്ഥാപനം എന്തുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു വാക്കുകൊണ്ട് സംസാരിക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ്. ഒരു പ്രസ്താവന പോലും ഇറക്കാൻ എന്തുകൊണ്ട് മടിക്കുന്നു? ഇപ്പോൾ എനിക്കൊന്ന് ആ മാധ്യമ സ്ഥാപനത്തിനാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപമുള്ളത്. ഇപ്പോൾ ആൻഡോ അഗസ്റ്റിനെയൊക്കെ മരമുറി കള്ളൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടെയുള്ള പ്രതിനിധികളെ സഹായിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. തീർച്ചയായും.